ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിൽവർ ആരോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ട്രാഫിക് മോഡ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമ്മളെ കേരള ട്രാഫിക് മോഡിൽ ഒബിബി ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമില്ല ഗൈസ്, അതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതെങ്ങനെയാണെന്നുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്റ്റിയറിംഗ് ഹോൺ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നപ്പോഴാണ് ഗൈസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒബിബി ആഡ് ചെയ്യുന്നത്, അതേപോലെ കേരള ട്രാഫിക് മോഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരൊന്നുമില്ല ഗൈസ്, ഒന്നോ രണ്ടോ പേര്. കാരണം നമ്മളെ ചാനൽ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്, അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പവർ ആക്കുക ഗൈസ്. പിന്നെ നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ് ആണ്, അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 ലൈക്സ് ആണ്, അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് പവർ ആക്കുക ഗൈസ്. സോ നമ്മളുടെ ഈ ഒരു ബസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ബസ്സാണ് ഗൈസ്, ബ്ലാസ്റ്റർ. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡും ലിവറിയും കിട്ടും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അവിടെ നിന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. സോ ഞാൻ ഇനി ഏതായാലും ലാഗ് അടിപ്പിക്കില്ല, നമുക്ക് ഏതായാലും ഇനി വീഡിയോൻ്റെ അകത്തോട്ട് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കേരള ട്രാഫിക് മോഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ടീം KBRൻ്റെ ഒരു വീഡിയോയിലോട്ട് എത്തും. അവിടുത്തെ ഡിസ്ക്രിപ്ഷനിൽ, അതായത് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കാണുന്ന ലിങ്കാണ്, കാരണം അത് അവരുടെ ഒബിബി ലിങ്കാണ്. അതായത് നമ്മളുടെ ഇപ്പോൾ കേരള ട്രാഫിക് മോഡ് ചെയ്യാൻ പോകുന്ന ലിങ്ക് അതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിതാ ഇതുപോലെ ഒരു സൈറ്റിലെത്തും. അവിടെ നിന്നുള്ളത് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഗൈസ്. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ കുറേ ഓപ്ഷൻ കാണും. ഇവിടെ 2 ലിങ്ക് ഉണ്ട്, ഇവിടെ മേളിൽ ഒരു ലിങ്ക് ഉണ്ട്. ഫസ്റ്റ് ലിങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ APK പ്ലസ് OBB Z പ്ലസ് സെഡ് ഓൺ വാരിയൻറ്റ് പ്ലസ് ഫുൾ മോഡ് ട്രാഫിക് ആണ്. അതാണ് ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത്. അതിന് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ APK പ്ലസ് OBB Z പ്ലസ് സെഡ് ഓൺ കളർ കോഡ് വാരിയൻറ്റ് പ്ലസ് ഫുൾ മോഡ് ട്രാഫിക് ആണ്. അതിൻ്റെ അടിയിലത്തത് APK പ്ലസ് Z പ്ലസ് പ്രൈവറ്റ് വാരിയൻറ്റ് പ്ലസ് ഫുൾ മോഡ് ട്രാഫിക് OBB. അതായത് ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ സെഡ് ഓൺ വാരിയൻ്റ് ആണ്, അതിൻ്റെ തൊട്ട് താഴെയുള്ളതിൽ സെക്കൻഡ് സെഡ് ഓൺ കളർ കോഡ് വാരിയൻ്റ് ആണ്, അതിൻ്റെ തൊട്ട് താഴെ Z പ്ലസ് പ്രൈവറ്റ് ബസ് വേരിയൻ്റ് ആണ്. അപ്പോൾ 3 വേരിയൻ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കറൻറ്റ്ലി ഫസ്റ്റ് ലിങ്കാണ് ഗൈസ്, അതായത് APK പ്ലസ് OBB Z പ്ലസ് സെഡ് ഓൺ വാരിയൻറ്റ് പ്ലസ് ഫുൾ മോഡ് ട്രാഫിക് ആണ്. അപ്പോൾ ഫസ്റ്റ് ലിങ്കിലാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഫസ്റ്റ് ലിങ്കിൻ്റെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും ഗൈസ്. അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ലിങ്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ലിങ്ക് മാപ്പ് ഇൻസ്റ്റാളർ APK. അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ലിങ്ക് മാപ്പ് ഇൻസ്റ്റാളർ, അതായത് എല്ലാ മാപ്പും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സെക്കൻഡ് വരുന്നത് നമ്മുടെ മെയിൻ APK ആണ്, ഇൻസ്റ്റാൾ ബസ് വെർഷൻ 4.3.4 APK ആണ് ഗൈസ് നമ്മുടെ വെർഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടിയിലുള്ളത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ഓർ ആഡ് OBB, അതായത് നമ്മുടെ OBB ഫയലാണ് അത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫയലാണ് ഗൈസ്, അതായത് സെക്കൻഡും തേർഡും. ഫസ്റ്റ് വൺ എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ മാപ്പും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് കളിക്കാവുന്ന സമയത്ത്. അപ്പോൾ ഫസ്റ്റ് വൺ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെയർ മോഡ്സിൻ്റെ ലിങ്കാണ്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ ഒരു ഫയലിലോട്ട് പോകും, അതായത് അവരുടെ ഒരു വെബ്സൈറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു മാപ്പ് ഡൗൺലോഡിന് വരുന്നത് 596 MB ആണ് ഗൈസ്, 0.2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ ബ്ലാങ്ക് വരും. അപ്പോൾ ഒന്ന് ബാക്ക് അടിച്ച് കൊടുക്കുക, കാരണം അത് ആഡിലോട്ട് പോകുന്ന ഒരു സംഭവമാണ്. അതിന് മുന്നേ നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക് അടിക്കുക, എന്നപ്പോൾ ഒരു ബ്ലാങ്ക് വരും. അപ്പോൾ നമ്മുടെ ഫയൽ അവിടെ നിന്ന് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡിംഗ് ഫയൽ എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഡൗൺലോഡ് ചെയ്യുന്നില്ല, കാരണം എൻ്റെ അത് ഓൾറെഡി ഡൗൺലോഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ബാക്ക് അടിക്കും, വീണ്ടും ബാക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചിവിടെ തന്നെ എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക് മാപ്പ് ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡാണ്, ഇൻസ്റ്റാൾ ബസ് APK ആണ് വേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ ഷെയർ മോഡ്സിലോട്ട് വരും. സെയിം സംഭവം തന്നെ, 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, ലിങ്ക് ലോഡ് ആവുന്ന സമയമാണത്. അപ്പോൾ ലോഡ് ആവും, ക്രിയേറ്റ് ഡൗൺലോഡ് കൊടുക്കുക, ബാക്ക് അടിക്കുക. ഫുള്ള് ബാക്ക് അടിക്കരുത്, ജസ്റ്റ് ബാക്ക് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ പിന്നെ ഡൗൺലോഡ് വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം എൻ്റെ വീണ്ടും ഡൗൺലോഡ് ആവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് അടിക്കുക, നിങ്ങൾ തിരിച്ചിവിടെ തന്നെ എത്തും, വീണ്ടും ബാക്ക് അടിക്കുക. സോ നമ്മൾ റിട്ടേൺ അടിച്ച് ഇവിടെ തന്നെ വരും. ഇനിയുള്ള കാര്യമാണ് ഗൈസ്, നിങ്ങൾക്ക് ആർക്കും ചിലപ്പോൾ അറിയാത്തത്, ചിലപ്പോൾ അറിയുന്നതായിരിക്കും. സോ OBB ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഷെയർ മോഡ്സിൽ നിന്നല്ല ഗൈസ് ഡൗൺലോഡ് ചെയ്യുന്നത്, കാരണം ഷെയർ മോഡ്സിലല്ല അവർ അത് ലിങ്ക് കൊടുത്തത്. ഇവിടെ 2 തരത്തിൽ നമുക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് GP ലിങ്ക്സിൻ്റെ ഒരു സൈറ്റും ഉണ്ട്, SFLൻ്റെ ഒരു ലൈറ്റ് എന്നൊക്കെ സൈറ്റും ഉണ്ട്. അപ്പോൾ GP ലിങ്ക്സിൻ്റെ കുറച്ചുകൂടെ ടഫാണ്, കാരണം അതിൽ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 1 മിനിറ്റോ 30 സെക്കൻഡോ ഒക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നമുക്ക് ആൾട്ടർനേറ്റ് ലിങ്ക് OBBയിൽ, അതായത് ഇവിടെ റെഡിൽ ആൾട്ടർനേറ്റ് ലിങ്ക് OBB എന്ന് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ അത് കുറച്ചുകൂടെ ഞാനതിലാണ് എടുത്തത്, അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ നമ്മൾ സ്ക്രോൾ ഡൗൺ അവിടെ എത്തും. കാർഡവി എന്ന് പറഞ്ഞൊരു സൈറ്റ്, ഏതൊരു സൈറ്റാണ് ഗൈസ്. സോ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഡൗൺലോഡ് നൗവിൻ്റെ തൊട്ട് താഴെ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞൊരു സംഭവം വരും. അപ്പോൾ ഡൗൺലോഡ് നൗ ക്ലിക്ക് ചെയ്താൽ ആഡിലോട്ടാണ് പോവുക. അപ്പോൾ നമ്മൾ ഓപ്പൺ വെക്കുക, അന്നപ്പോൾ നമ്മൾ ആഡിലോട്ട് പോകുക. അന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കൊടുക്കുക. അന്നപ്പോൾ നമ്മൾ ഇതവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കും, ആഡ് വരും, അത് ബാക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് ഇതവിടെ വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും.
നമ്മൾ നമ്മൾക്ക് ഇങ്ങനെ ആഡ് വരുന്നതനുസരിച്ച് നമ്മൾ ബാക്ക് അടിച്ച് കൊടുത്താൽ മതി. ഫുള്ള് ബാക്ക് അടിച്ചാൽ നേരെ നമ്മൾ നമ്മുടെ യൂട്യൂബിലോട്ട് എത്തും, അതായത് അവരുടെ വീഡിയോയിലോട്ട് തന്നെ എത്തും. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ വീണ്ടും ആഡ് വരും, അന്നപ്പോൾ ഒന്ന് ബാക്ക് അടിച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ നേരെ ഗൂഗിളിലെത്തി, ഇവിടുന്ന് ഒന്ന് ബാക്ക് അടിക്കുക. അതിനുശേഷം നമ്മളിതാ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ഇവിടെ ഇപ്പോൾ ഇവിടെ സ്ക്രോൾ ഡൗൺ എന്ന് പറഞ്ഞൊന്നും വരുന്നുണ്ടാവില്ല, നമ്മളെ നേരെ നമ്മളുടെ താഴത്തെ ലിങ്കിലോട്ട് പറഞ്ഞേക്കും. അപ്പോൾ നേരെ സ്ക്രോൾ ഡൗൺ അവർ തന്നെ ചെയ്തത് അവിടെ അടിയിൽ ഓപ്പൺ എന്ന് പറഞ്ഞ് അവരെത്തിക്കും. ഇവിടെ നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ബാക്ക് അടിക്കുക. വീണ്ടും നേരത്തെ പോലെ തന്നെ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ സമയത്ത് ഇവിടെ ലോഡാവും, എന്നപ്പോൾ ആഡ് വരും, ബാക്ക് അടിക്കുക. അപ്പോൾ ഇവിടെ വെയിറ്റ് ഗൈസ്. പിന്നെ നമുക്ക് അവിടെ ഗോ ടു ലിങ്ക് എന്ന് പറഞ്ഞാണ് ഓപ്ഷൻ വരിക. അപ്പോൾ ഈ ലിങ്ക് ഗോ ടു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ചെറിയ ബോക്സിൽ വരുന്ന മാത്രമേ ഗൈസ് ക്ലിക്ക് ചെയ്യാം, കാരണം അല്ലാത്തതൊക്കെ പണിയാവും. ഇവിടെ ഓപ്പൺ ലിങ്ക് എന്ന് പറഞ്ഞ് വരും, അതും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഗൈസ് നമ്മൾ ഷെയർ മോഡ്സിൻ്റെ ലിങ്കിലോട്ട് എത്തുന്നത്. അവരുടെ സൈറ്റ് അത്രയും വളഞ്ഞു തിരിഞ്ഞ് വരുന്നൊരു പ്രോസസ്സാണ് ഗൈസ്, അതുകൊണ്ടാണ് പലർക്കും അത് കിട്ടാത്തത്. സോ ഇവിടെ നമ്മളുടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്കിൻ്റെ ടൈം കഴിഞ്ഞ് അവിടെ ലിങ്ക് വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ ഞാൻ ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. ഇനി നമുക്ക് വേണ്ട ഒരു ആപ്പ് എന്ന് പറയുന്നത് സെഡ് ആർച്ചീവർ ആണ്. ഇനി നമ്മുടെ പ്രോസസ് ഫുൾ അവിടെയാണ് ഗൈസ്. സോ നമുക്ക് സെഡ് ആർച്ചീവറിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സെഡ് ആർച്ചീവറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത 3 ഫയലും ഇവിടെ കാണാവുന്നതാണ്. സോ നമ്മുടെ മാപ്പ് ഡൗൺലോഡർ ഉണ്ട്, മോഡ് APK ഉണ്ട്, അതായത് പിന്നെ മോഡ് ഒബിബി ഉണ്ട്, ഒബിബി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മാപ്പ് ഡൗൺലോഡർ ആണ്. അപ്പോൾ അതെടുക്കുക, നമുക്ക് വ്യൂ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യേണ്ടവർ എക്സ്ട്രാക്ട് ചെയ്യുക, വ്യൂ ക്ലിക്ക് ചെയ്യേണ്ടവർ വ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം വ്യൂ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് മാപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ് വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് താഴെ കാണാം ഇൻസ്റ്റാൾ. അപ്പോൾ ആ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാക്ട് ആവും ഗൈസ്. അപ്പോൾ എക്സ്ട്രാക്ട് ആയി ഫുൾ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് വരുന്നത് വരെ ഇതൊന്ന് ലോഡ് ആവട്ടെ. ഓക്കെ, ഏകദേശം ഫില്ലാവാനായിട്ടുണ്ട്. അപ്പോൾ അത് ലോഡായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ അൺനോൺ സ്റ്റേജിങ് അപ്പ് ക്യാൻസൽ എന്ന് പറഞ്ഞവരും ക്യാൻസൽ കൊടുക്കരുത്, ഒരു കാരണം വെച്ചാൽ വന്നപ്പോൾ ഫുള്ള് പോകും. ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് അപ്ഡേറ്റ്, അത് ഓൾറെഡി എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അല്ലാത്തവർക്ക് ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ എന്നേ കാണിക്കുള്ളൂ. അപ്പോൾ അത് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്യാൻസൽ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്പ് അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 10-30 അല്ല 30-40 സെക്കൻഡ് വരെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം അവരുടെ മാപ്പ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും കാണിക്കും, ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ അത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇൻസ്റ്റാളേഷൻ ഓഫ് മാപ്പ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് അത് അവർ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹോം സ്ക്രീനിലോട്ട് പറഞ്ഞേക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ അലൗ എന്ന് പറഞ്ഞൊക്കെ വരും, അതൊക്കെ ഒന്ന് അലൗ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് നേരെ നമ്മുടെ സെഡ് ആർച്ചീവറിലോട്ട് വരിക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് മോഡ് APK ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വ്യൂ കൊടുക്കുക, നിങ്ങളുടെ ഫയൽ എടുക്കുക, സെയിം പ്രോസസ്സ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ആവും, ഇതൊന്ന് എക്സ്ട്രാക്റ്റ് ആവട്ടെ. ഓക്കെ, അവിടെ ഫില്ലാവാനായിട്ടുണ്ട്. ഇനി അത് നേരത്തെ തന്നെ സ്റ്റേജിങ് ക്യാൻസൽ കൊടുക്കരുത്. ഓക്കെ, അത് ഫില്ലായതിനു ശേഷം ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ ഇത് തന്നെയായിരിക്കും ഗൈസ് നിങ്ങൾക്ക് ഇനി കാണിക്കുന്നത്. ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ആൻഡ് അപ്ഡേറ്റ് ടു യുവർ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ മാപ്പ് ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സായിട്ട് ഇവിടെ കാണിച്ചു തരുന്നത്. യുവർ എക്സിസ്റ്റിംഗ് ഡാറ്റ വിൽ നോട്ട് ബി ലോസ്റ്റ്, അതായത് നമ്മുടെ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് അതിലോട്ട് ആഡ് ചെയ്തതിന് അപ്ഡേറ്റ് ആക്കിയിട്ട് നമുക്ക് മാപ്പും ഇതും കൂടെ ഒരുമിച്ച് കളിക്കാം. അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ നേരെ ഓപ്പൺ എന്ന് കാണിക്കും. അപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫോൺ ചരിച്ച് പിടിക്കാൻ, അതായത് നമുക്ക് ഗെയിം കളിക്കുന്നൊരു ഫോൺ ചരിച്ച് പിടിക്കില്ലേ, അതുപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മെലിയോൻ്റെ ലോഗോ വരത്തില്ല ഗൈസ്, അതും കാണാം. അതിനുശേഷം ഫുള്ള് വൈറ്റ് ആയിരിക്കും, കാരണം നമ്മൾ ഒബിബി ആഡ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ചതിന് ശേഷം നമ്മളുടെ ഗെയിം ക്ലോസ് ഓൾ ചെയ്യുക, അതായത് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സെഡ് ആർച്ചീവറിൽ വരിക. ഇനിയാണ് ഗൈസ് നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ മോഡ് ഒബിബി എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളതാണ്. ഇതാണ് ഗൈസ് പലർക്കും അറിയാത്തത്, അതുകൊണ്ടാണ് അവർ കേരള ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യാൻ കുറേ പണി പെടുന്നത്. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക, വ്യൂ ചെയ്യുക, സെയിം പ്രോസസ്സ്. ഇവിടെയാണ് ഗൈസ്, ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻഫർമേഷൻ കോപ്പി, റിനെയിം, ഡിലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഡിലീറ്റ് കൊടുക്കരുത്, നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിവൈസ് സ്റ്റോറേജ് എന്ന് കാണിക്കും. അപ്പോൾ ഡിവൈസ് സ്റ്റോറേജ് പോവുക. അതിനുശേഷം നമുക്കിവിടെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ വരും. എനിക്കിത് ഫസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ആൻഡ്രോയിഡ് പോയതിനു ശേഷം ഇവിടെ ഒബിബി ഉണ്ട്. ഒബിബിക്കകത്ത് നമ്മുടെ കോമെലിയോ ബസിമെട്രോയിഡ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുക. തൊട്ടതായ സബ്നെയിമായിട്ട് ബസിമെട്രോ ഇൻഡോനേഷ്യ എന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ആ ഒരു ഫയൽ പേസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ഒബിബി നേരെ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. എൻ്റെ ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് പേസ്റ്റ് ചെയ്യാൻ കാണിക്കാത്തത്. സോ ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഫുള്ള് ക്ലോസ് ചെയ്യുക ഗൈസ്, അതായത് നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന ഫുള്ള് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ ഗെയിമിലോട്ട് പോയാൽ നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിലെത്തും. സോ ഞാൻ ഗ്യാരേജിൽ പോയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ബ്ലാക്ക് ആയിരിക്കും, അതിന് ശേഷം നമ്മളുടെ മെലിയോ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് ഒബിബി ആഡ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ വരുന്നത്. ഒബിബി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നേരം വൈറ്റ് കാണിച്ച് വീണ്ടും ബ്ലാക്ക് പോകും. എന്നിട്ട് നമ്മുടെ ലോഡിങ് പറഞ്ഞ് വരും ഗൈസ്. എടാ കുറച്ച് സമയം എടുക്കും കേട്ടോ, അതൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. 2-3 സെക്കൻഡ് ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലോഗിങ് ആൻഡ് ലോഡ് പ്ലെയർ ഡാറ്റ എന്ന് പറഞ്ഞ് കാണിക്കുക, അതെടുക്കുക.
അതിനുശേഷം നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ പ്രിപ്പയറിംഗ് ബസ് എന്ന് പറഞ്ഞ് വരും. പ്രിപ്പയറിംഗ് ബസ്സോ പ്രിപ്പയറിംഗ് ഡാറ്റയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, പ്രിപ്പയറിംഗ് വെഹിക്കിൾ എന്നാണ് വരുന്നത്. അത് വന്നതിന് ശേഷം ഇതാ ഗൈസ്, ഞാനിവിടെ ഓൾറെഡി എൻ്റെ ബസ്സാണിത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ ഇവിടെ പ്ലേ ഫ്രീ മോഡ് ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണം ഞെക്കുക. റീസ്റ്റാർട്ട് അടിക്കുക, ജസ്റ്റ് അടിക്കുക. ഞാൻ ഓൾറെഡി ഒന്ന് കളിച്ച് വെച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്ക് എല്ലാ മാപ്പും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവിധ മാപ്പും നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയതാണ്. അപ്പോൾ നിങ്ങൾ ആ മാപ്പ് APK ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഏരിയയിലുള്ള ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ബാക്കിയെല്ലാം ലോക്കായിരിക്കും, ഡൗൺലോഡ് ആയില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ മാപ്പ് APK ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ കേരള ട്രാഫിക് മോഡ് എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കിയാലോ ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതാ നമ്മുടെ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തൊരു മാപ്പ്. സോ ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഇടട്ടെ കേട്ടോ, ബസ്സിന് ഏതായാലും പോവല്ലേ ഗൈസ്. സോ നമ്മൾ നേരെ നമ്മുടെ മാപ്പിലോട്ട് എത്തും. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പുറത്തോട്ടേക്കാണ് ഗൈസ് പോകുന്നത്. നമുക്ക് വെളിയിൽ ഇറങ്ങണം. സോ നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ ഞാൻ പുറത്ത് എത്തിയതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതവിടെ ഇത് ബോർഡൊക്കെ വേറെ ഏതോ രാജ്യത്തുള്ള അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വെഹിക്കിൾസൊക്കെ ഒന്ന് കാണിച്ചു തരാം. കേരള ട്രാഫിക്കിലാണല്ലോ ഗൈസ് വരുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഇതാ മുന്നിൽ ഇതാ കേരളയിലെ ട്രാഫിക് എന്നൊക്കെ ട്രാവലറാണ് ഗൈസ് പോകുന്നത്. അതായത് നമ്പർ പ്ലേറ്റൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളയിലാണ്. ഇതാ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ വാഗാടിൻ്റെ വണ്ടിയാണെന്ന് തോന്നില്ലേ. അതേ ഗൈസ്, നമ്പർ പ്ലേറ്റ് കേരളമാണ് വരുന്നത്. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബസ് നോക്കാനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ടിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഗൈസ് ഏത് ബസ്സാണോ വരുന്നത്. അപ്പോൾ കേരള ട്രാഫിക് മോഡ് ആയെന്നുള്ളതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 100% ഉറപ്പായില്ല ഗൈസ്. അതായത് നമ്മുടെ കൊമ്പൻ ഹോളിഡേയ്സാണ് ആ പോയത്. സോ നമ്മുടെ കേരള ട്രാഫിക് മോഡാണ് ഗൈസ്. ഇതാ കേരളയിലെ ട്രാവലർ, പിന്നെ നമ്മുടെ ഏഷ്യറിൻ്റെ ലോറി, എല്ലാ വണ്ടിയുണ്ട് ഗൈസ്. ഗുഡ്സ് വണ്ടിയൊക്കെ ഉണ്ട്. അധികവും ട്രാവലറും ബസ്സുമാണ് ഗൈസ് പോകുന്നത്. പിന്നെ നമ്മുടെ വണ്ണസും ഉണ്ട് ഗൈസ്. അത് ഞാൻ വരികയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. വണ്ണസിനെ കിട്ടിയാൽ കാണിച്ചു തരാം ഗൈസ്. മേ ബി ഈ റൂട്ടിൽ നമ്മുടെ വണ്ണസ് വരേണ്ടതാണ്. ഇത് നമ്മളെ കൊമ്പൻ തന്നെയാണ്. നമുക്ക് വീണ്ടും വീണ്ടും എത്ര വേണമെങ്കിലും നമ്മുടെ കൊമ്പനെ കാണാം ഗൈസ്. അതാണ് ഈ കേരള ട്രാഫിക് മോഡിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ണസ് കാണിച്ചു തരാം. വണ്ണസ് കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മളെ കേരള ട്രാഫിക് മോഡ് ആയെന്നുള്ളതിൽ. സോ ഇതാ ഗൈസ്, മേളിൽ കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ട്രെയിനൊന്നും കേരള ട്രാഫിക് മോഡിൽ വരുന്നതാണോ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഇതാ ഗൈസ് ഇവിടെ അടിയിൽ കൂടെ ഒരു വഴിയൊക്കെ ഉണ്ട്. പിന്നെ ചില ബോർഡൊക്കെ ഉണ്ട് ഗൈസ്, മലയാളത്തിലുള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട് ഗൈസ്, ഉള്ളതും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഫ്രണ്ടിലോട്ട് പോയി നോക്കട്ടെ ഗൈസ് വണ്ണസിനെ കിട്ടുമെന്ന്. ഓക്കെ ഗൈസ്, ഞാൻ കുറേ നേരമായിട്ടോ പോകുന്നത്. കൊമ്പനെ തന്നെയാണ് വീണ്ടും വീണ്ടും കാണുന്നുള്ളൂ. നമ്മുടെ വണ്ണസൊന്നും ഈ ഒരു ഏരിയയിൽ പോലും വന്നില്ല എന്ന് തോന്നുന്നു. ഈ വണ്ണസിനെടുക്കാൻ മറന്നോടാ, അറിയില്ല കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. കുറച്ച് നേരം കൂടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയാലോ ഗൈസ്. നമ്മളിതൊരു മല കയറി പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വണ്ണസ് ഇവിടെ ഒന്നും ഇല്ലടേ. ഞാൻ വണ്ണസിനെ കിട്ടുകയാണെങ്കിലൊന്ന് കമൻറ്റിലല്ലടാ, ഞാൻ കാണിച്ചു തരാം. കമൻറ്റ് എന്നാണ് ഗൈസ് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കേരള ട്രാഫിക് മോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാറി നിൽക്കുക. അല്ല, അത് ഞാൻ ഇവിടെ പറഞ്ഞ കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ വണ്ണസിനെ കിട്ടുമോ നോക്കട്ടെ. ഗൈസ്, അപ്പോൾ ഞാൻ കുറേ നേരമായിട്ടോ വണ്ണസിനെ അന്വേഷിച്ചുള്ള നമ്മളുടെ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ ഒരു വണ്ണസ് പോയിട്ടൊരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു പൊടി പോലും ഇല്ല ഗൈസ്. കൊമ്പൻ കുറേ പ്രാവശ്യം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വേറെ പ്രൈവറ്റ് ബസ് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ പാലക്കാടൻസ് ഉണ്ട്. അത് കണ്ണൂരല്ല, കണ്ണൂരാണ്. അല്ല, പാലക്കാടല്ലേ? അല്ല, പാലക്കാടല്ലേ ഗൈസ്. പാലക്കാടൻസ് ഉണ്ട്. അത് നമ്മളെ കേരളയിലുള്ളൊരു വണ്ടിയാണ്. എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എവിടെ നിന്നോ. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ണസിൻ്റെ ഒരു പൊടി പോലും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് വരുന്നുണ്ടോ? വണ്ണസൊന്നും ഇല്ല ഗൈസ്. മുന്നിലൊരു ട്രാവലർ ഉണ്ട്. വണ്ണസിനെ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ഞാനൊരു 2 മിനിറ്റ് കൂടെ നോക്കുക ഗൈസ്. ഇല്ലെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു സാധനം കിട്ടില്ല ഗൈസ്. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഗൈസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമുക്ക് ഫൈനലി ഒരു വണ്ണസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ണസ് ഫ്രണ്ട് പോകുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണത്തില്ല. ഞാനൊന്ന് അടുത്തോട്ട് പോയതിന് ശേഷം കാണിച്ച് തരടേ, ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ണസ് അങ്ങനെ ഫൈനലി നമ്മളുടെ കയ്യിൽ അങ്ങനെ ലെഫ്റ്റിലോട്ട് പോകുന്നുണ്ട്. നമ്മളെ വണ്ണസ് KSRTCൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് അടുത്ത് പോയി കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഫൈനലി നമ്മുടെ വണ്ണസ് കിട്ടിയിട്ടുണ്ട്. KSRTCനെ ചെറുതായിട്ടും തട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പറന്നു പോയിട്ട് നമുക്ക് ക്യാമറ മോഡ് ഇടാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ണസ്. ഓക്കെ, നമ്മുടെ വണ്ണസ് നമ്മുടെ കേരള ട്രാഫിക് മോഡിൽ കാണാൻ പറ്റും നമ്മുടെ ട്രിപ്പിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ഇതാ KL ആണ് നമ്പർ പ്ലേറ്റൊക്കെ വരുന്നത് എല്ലാത്തിൻ്റെ. അപ്പോൾ നേരത്തെ ലോറീൻ്റെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വണ്ണസ് വെച്ചിപ്പോൾ
സോ നമ്മുടെ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിയറിംഗ് മാറ്റാൻ പറ്റുമോ? അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.